നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യം അർപ്പിച്ച് കുണ്ടറയിൽ പ്രകടനവും യോഗവും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രകടനവും യോഗവും നടത്തിയത്. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യമർപ്പിച്ച് കോൺഗ്രസ് കുണ്ടറ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും യോഗവും നടത്തി. ആശുപത്രി മുക്കിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം കുണ്ടറ മുക്കടയിൽ സമാപിച്ചു. യോഗം UDF കുണ്ടറ നിയോജക മണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാതെ ഇവിടുത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും അഴിമതി അവസാനിപ്പിക്കുന്നതിനും ക്രമസമാധാന തകർച്ച ഇല്ലാതാക്കുന്നതിനും പുതിയ ഭരണസമിതി നമുക്ക് UDFന് ആഹ്ലാദം തരുന്ന 10 വർഷക്കാലം ഒരുപക്ഷെ UDFനെ അധികാരത്തിന് പുറത്തു നിർത്തിയെങ്കിലും ഏറ്റെടുത്തപ്പോൾ 102 സീറ്റിന്റെ വൻ ഭൂരിപക്ഷത്തോടുകൂടി കേരളം മുന്നിലേറ്റുന്നതാണ് കണ്ടത്. അതിൽ നമ്മളെ കുണ്ടറയിൽ അഭിമാനകരമായ വിജയം. കൊല്ലം ജില്ലയിൽ ഒരുപക്ഷെ കുണ്ടറ നിയോജക മണ്ഡലമാണ് നമ്പർ 1 എന്ന് പറയപ്പെടുന്ന 32,000 ചില്ലുവാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബഹുമാനപ്പെട്ട PC വിശ്വനാഥിനെ ഇവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്തു. കേരളത്തിലെ ആകമാനം ഒരുപക്ഷെ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ച അഴിമതി നിറഞ്ഞ പിണറായിയുടെ ഭരണത്തിന്റെ അന്ത്യം കുറിക്കുവാൻ, പുതിയ ഭരണക്രമം കെട്ടിപ്പടുക്കുവാൻ കേരള ജനത ആഗ്രഹിച്ചു. അതിന് നേതൃത്വം കൊടുക്കുവാൻ ഹൈക്കമാൻഡ് ബഹുമാനപ്പെട്ട നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാം കാത്തിരുന്ന ശ്രീ വി.ഡി. സതീശൻ തിങ്കളാഴ്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുമ്പോൾ കുണ്ടറ നിവാസികളുടെ കുണ്ടറ UDFന്റെ മുഴുവനായുള്ള സന്തോഷം പങ്കെടുത്തുകൊണ്ട് ഉള്ള ആഹ്ലാദ പ്രകടനമാണ് നടന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട MLAയും കേരളത്തിന്റെ ഏറ്റവും നല്ല അഭിമാനകരമായ ഒരു മന്ത്രിയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത മുഴുവൻ നേതാക്കളെ അഭിവാദ്യം ചെയ്തു. കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാജു ഡി പണിക്കർ അധ്യക്ഷത വഹിച്ചു. TC അനിൽകുമാർ, K ബാബുരാജൻ, ആന്റണി ജോസ്, സാം വർഗീസ്, സിന്ധു ഗോപൻ, അനീഷ് പടപ്പക്കര, വിനോദ് കുമാർ, പെരുന്നാട് മുരളി, സുനിൽ ജോസ്, വിനോദ് ജി പിള്ള, ഗോപൻ പെരുമ്പുഴ, ജോർജ് ജോസ്, പ്രകാശ് മയൂരി, നീരൊഴുക്കൽ സാബു, റിജിനസ് പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. എന്റെയൊക്കെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ആദർശത്തിന്റെ ആൾരൂപം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വി.ഡി. സതീശനെ പോലെയുള്ള ഒരാള് നമ്മുടെ മുഖ്യമന്ത്രിയായി തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. ഇതിൽ പരം ആഹ്ലാദം ജനിപ്പിക്കുന്ന ഒരു മുഹൂർത്തം ഉണ്ടാകാനില്ല. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തെ മുടിച്ച് ഉച്ചൂട് നശിപ്പിച്ച പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള നാറിയ മന്ത്രിസഭയ്ക്ക് വിരാമം വിട്ടുകൊണ്ട് 102 സീറ്റുകൾ തന്ന ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളെയും ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ അനുമോദിക്കുകയാണ്. UDFന്റെ ഒരു പ്രധാന നായകനായ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വരുമ്പോൾ തീർച്ചയായിട്ടും എനിക്കും നിങ്ങൾക്കും അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഈ സന്തോഷത്തിൽ പങ്കുചേർന്ന കുണ്ടറയിലെ പൗരാവലി നമ്മൾ ഇന്ന് ഉച്ച കഴിഞ്ഞാണ് 2 മണി കഴിഞ്ഞാണ് നമ്മൾ അനൗൺസ് ചെയ്തത് UDFന്റെ ഇത്തരത്തിലൊരു പ്രകടനമുണ്ടെന്ന്. ഇന്ന് കുണ്ടറ നിയോജക മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ വിവിധ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മളുടെ നിലപാടിന്റെ രാജകുമാരൻ, നമ്മൾ ആഗ്രഹിച്ച മുഖ്യമന്ത്രി ഇതാ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.